ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ക്രൈസ്തവ സമൂഹം ഇപ്പോൾ ഇസ്ലാമിക ഭീകരന്മാരാൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളാണ്. നൈജീരിയയിലും കോങ്കോയിലും ബുർക്കിനോഫാസോയിലും നൈജറിലും ഇസ്ലാമിക തീവ്രവാദികളാൽ കാരുണ്യത്തിന്റെ കണിക പോലുമില്ലാതെ ക്രൈസ്തവർ ശകലിക്കപ്പെടുന്നത് സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ്. ക്രിസ്ത്യാനുഗാമികളെ ആസൂത്രിതമായി പീഡിപ്പിക്കുന്നതിലും കൊന്നൊടുക്കുന്നതിലും ഒട്ടും പിന്നിലല്ലാത്ത വടക്ക് കിഴക്കൻ ആഫ്രിക്കയിലെ മറ്റൊരു സുപ്രധാന രാജ്യമായ സുഡാനിലാകട്ടെ ഇപ്പോൾ ആഭ്യന്തര കലാപം മൂർച്ഛിക്കുകയും ആയിരക്കണക്കിന് ഇസ്ലാമിക ജനവിഭാഗങ്ങൾ അന്യോന്യം പോരടിച്ച് മരിക്കുന്നുവെന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സുഡാനിലെ സൈനിക നേതാക്കളായ ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാനും മുഹമ്മദ് ഹംദാൻ ഗദോലിയും തമ്മിലുള്ള മൂപ്പിള തർക്കത്തെ തുടർന്നാണ് അതിശക്തമായ ആഭ്യന്തര കലാപം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീണ്ടും രൂക്ഷമായ ആഭ്യന്തര കലാപത്തെ തുടർന്ന് സ്ത്രീകളും കുട്ടികളും അടക്കം 2000-ഓളം പേരവിടെ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. അബ്ദുൽ ഫത്താഹിന്റെ സംഘടിത സൈന്യമായ സുഡാൻ ആംഡ് ഫോഴ്സിൽ നിന്നും അൽഫാഷർ നഗരത്തിന്റെ നിയന്ത്രണം മുഹമ്മദ് ഹംദാന്റെ സൈനിക സംഘമായ RSF പിടിച്ചെടുത്തതോടെയാണ് സുഡാന്റെ ഹൃദയഭാഗങ്ങൾ വീണ്ടും കുരുതി കളമായി മാറിയത്. സൈന്യവും അവരിലെ വിമത ഗ്രൂപ്പും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിനിടയിൽ സുഡാനിലെ ന്യൂനപക്ഷമായ നിരവധി ക്രൈസ്തവരും കൊല്ലപ്പെടുന്നുണ്ട്. 15-ാം നൂറ്റാണ്ടുകളോടെ സുഡാനിൽ വ്യാപിച്ച അറബ് നാടോടി വംശജരും പിന്നീട് വന്ന മുഹമ്മദ് അലി രാജവംശവും അന്യോന്യം പോർ വിളിച്ചും കൊമ്പ് കോർത്തുമുണ്ടാക്കിയ പ്രക്ഷോഭങ്ങൾ നിമിത്തം ഇസ്ലാമിക അഭയാർത്ഥികളുടെ കുത്തൊഴുക്കായിരുന്നു. സുഡാനിലെ ഈ പ്രക്ഷോഭങ്ങളുടെ രണ്ടറ്റത്തും വേട്ടക്കാരും ഇരകളായി നിന്നതും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ തന്നെ ആയിരുന്നതിനാൽ യൂറോപ്പിലെ ക്രൈസ്തവ രാഷ്ട്രങ്ങൾ ലാക്കാക്കിക്കൊണ്ടുള്ള ആസൂത്രിതമായ അഭയാർത്ഥി രൂപീകരണമാണ് സുഡാനിൽ നടക്കുന്നതെന്ന് പോലും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സുഡാനിലെ സൈനിക തലവനായ അബ്ദുൽ ഫത്താഹിനെതിരെ വിമത പ്രക്ഷോഭകരുടെ നേതാവായ മറ്റൊരു സൈനിക തലവനും കൂടിയായ മുഹമ്മദ് ഹംദാൻ അദ്ദേഹത്തിന്റെ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളാണ് കടുത്ത ആഭ്യന്തര കൂട്ടക്കൊലയ്ക്കൊപ്പം ക്രൈസ്തവ സമൂഹത്തിന്റെ കൂടെ വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. 2023 മുതലാണ് ഇവർ തമ്മിലുള്ള ആഭ്യന്തര കലാപങ്ങൾ ശക്തമായി തുടങ്ങിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ കൊല്ലപ്പെട്ടത് ഏകദേശം 40,000 പേരായിരുന്നു. UAE അടക്കമുള്ള അന്താരാഷ്ട്ര തലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പല രാജ്യങ്ങളും സുഡാന്റെ ജൈവ സമ്പന്നതയിൽ കണ്ണുവച്ചിട്ടുള്ളതിനാൽ അവരുടെ കടുത്ത സാമ്പത്തിക താല്പര്യത്തിൻ്റെയും മുതലെടുപ്പിൻ്റെയും വ്യക്തമായ ദൃശ്യങ്ങളാണ് ആഭ്യന്തര കലാപമായി സുഡാനിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. 2000-ന്റെ തുടക്കത്തിൽ അറബ് വംശജരടങ്ങുന്ന ഒരു സംഘം ആളുകളെ ചേർത്ത് സർക്കാരിനെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഒമർ അൽ ബഷർ കളത്തിലിറക്കിയതായിരുന്നു ഇപ്പോൾ സുഡാന് ഏറ്റവും തലവേദനയായിരിക്കുന്ന RSF എന്ന വിമത സൈനിക ഗ്രൂപ്പിനെ. അന്ന് മുതൽ സാധാരണക്കാരെ ക്രൂരമായി ആക്രമിച്ചു മുന്നേറിയ ഇവർ 3 ലക്ഷത്തോളം പേരെയാണ് കൊന്നൊടുക്കിയത്. 2013 അവർ അർദ്ധസൈനിക വിഭാഗമായി മാറി. ഔദ്യോഗിക സേനയുമായി എപ്പോഴും ഏറ്റുമുട്ടൽ തുടരുമ്പോൾ കൊല ചെയ്യപ്പെടുന്ന ഇസ്ലാമിക ജനവിഭാഗങ്ങളെ പോലെ തന്നെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മനുഷ്യാവകാശങ്ങളെല്ലാം ആസൂത്രിതമായി ഇല്ലാതാക്കിക്കൊണ്ട് ക്രൂരമായ ക്രൈസ്തവ പീഡനങ്ങൾക്കും കൂട്ടക്കൊരുതികൾക്കും അവർ ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായ ആഭ്യന്തര യുദ്ധവും അതിൻ്റെ പട്ടിണിയും രൂക്ഷമായതിനാൽ വലിയ ദുരന്തം അനുഭവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയും ഭക്ഷണവും മരുന്നും മറ്റടിസ്ഥാന ആവശ്യങ്ങളും നിഷേധിച്ചുകൊണ്ടുള്ള പീഡനങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. 2 സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾക്കിടയിൽപ്പെട്ട് ക്രൈസ്തവർ കൊല്ലപ്പെടുന്നതാണെന്ന തൊടുന്യായം സുഡാനിൽ നിന്ന് പരക്കെ ഉയരുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല, മറിച്ച് ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിക്കുന്നു എന്ന ഒറ്റ കാരണത്താലാണ് ഈ പീഡനങ്ങളെല്ലാം നടമാടുന്നതെന്ന കാര്യം ഉറപ്പിക്കുന്ന വിധത്തിൽ അക്രമകാരികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒന്നെങ്കിൽ യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ പട്ടിണി കിടക്കാൻ തയ്യാറാകുക എന്നുള്ള കൽപ്പനകളാണ്. ക്രിസ്ത്യാനികളെ 2ാം തരം പൗരന്മാരാക്കി കണക്കാക്കിക്കൊണ്ട് നടമാടുന്ന ഈ ആസൂത്രിതമായ വംശീയ അധിനിവേശം രൂക്ഷമായതിനെ തുടർന്ന് ക്രിസ്ത്യൻ കുടുംബങ്ങൾ വീടുകൾ വിട്ട് പലായനം ചെയ്തുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അൽ ബുർഹാന്റെയും
ഗദോലിയുടെയും തമ്മിലുള്ള മൂപ്പിള തർക്കത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഇടയിൽപ്പെട്ട് സുഡാനിലെ 2 ദശലക്ഷം വരുന്ന ക്രിസ്ത്യൻ ജനതയുടെ വിധിയാണ് തുലാസിലായിരിക്കുന്നത്. ഇവിടുത്തെ സർക്കാർ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ആഹാര പദാർത്ഥങ്ങൾ നൽകുന്നില്ലെന്ന് മാത്രമല്ല, അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ക്രിസ്തുമതം ഉപേക്ഷിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണമില്ല എന്ന് തന്നെയാണെന്നും, ഇവിടുത്തെ ക്രൈസ്തവർക്ക് വളരെ കാലമായി ഗോതമ്പും അരിയും ഒന്നും ലഭിക്കാത്തതിനാൽ മൃഗങ്ങളുടെ തീറ്റയും പുല്ലും തിന്നാണ് ഇവർ ജീവിക്കുന്നതെന്നും ഏത് രോഗം വന്നാലും അവർക്ക് മരുന്ന് ലഭിക്കില്ല എന്നുമാണ് സുഡാൻ ചർച്ചിലെ ഒരു നേതാവ് വ്യക്തമാക്കുന്നത്. SF സേനകളുടെ കീഴിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളാണ് അങ്ങേയറ്റം കടുത്ത പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഈ മേഖലയിലെ നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളാണ് തകർത്ത് കളഞ്ഞത്. ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് ഒരു പറ്റം ക്രൈസ്തവർ പറ്റെ കുടുങ്ങി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി തങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് നിലവിളിക്കുകയാണ്. ഏതായാലും ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ മൂപ്പിള തർക്കത്തിനിടയിൽപ്പെട്ട് പരസ്പരം വെട്ടിമരിക്കുകയും കൂട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തെ ആസൂത്രിതമായി കൊന്നു തള്ളുകയും ചെയ്യുമ്പോൾ പാലസ്തീൻ്റെ പേരിൽ കണ്ണീരൊഴുക്കിയ ഇസ്ലാമിക പൊളിറ്റിക്സുകൾ ഒന്ന് കരയാൻ പോയിട്ട് ഒന്ന് അപലപിക്കാൻ പോലും കഴിയാതെ മിണ്ടാട്ടമടങ്ങിയിരിക്കുകയാണിപ്പോൾ. സുഡാനിലെ സ്വർണശേഖരം, നൈൽ നദിയുടെ തീരത്തുള്ള ഫലഭൂഷ്ടമായ കൃഷിഭൂമി, ധാതുക്കൾ എന്നിവയിലേക്ക് കണ്ണ് പായിച്ചുകൊണ്ട് ഈ സൈനിക ഗ്രൂപ്പിൽ ഒരു കൂട്ടരെ പിന്തുണയ്ക്കുന്നത് UAE ആണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ സുഡാനിൽ UAE നീതി പാലിക്കുക എന്നല്ലാതെ മറ്റൊന്നും പറയാനാകാത്ത പരമഗതികേടിലാണ് ചിലർ. ഹമാസ് എന്ന് കേൾക്കുമ്പോൾ ഉറഞ്ഞു തുള്ളിയവർക്കൊന്നും സുഡാൻ എന്ന് കേൾക്കുമ്പോൾ മിണ്ടാനെ കഴിയുന്നില്ല എന്നതാണ് ദയനീയം. 1,00,000-ഓളം ആളുകൾ കൊല്ലപ്പെടുകയും 1.5 കോടിക്കടുത്ത് ജനങ്ങൾ പ്രാണനും കൊണ്ട് ഓടുന്നതും കണ്ടിട്ട് അത് അവസാനിപ്പിക്കണമെന്നുള്ള പ്ലക്കാർഡുകളുമായി കൊച്ചിയിലെ വഞ്ചി സ്ക്വയറിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതും കൊല്ലപ്പെട്ട 40,000 പേരുടെ പേരുകൾ വായിക്കാനും ചിലർ ഒത്തുകൂടുന്നതും സെലിബ്രിറ്റികൾ ഗദ്ഗതം പൂണ്ടത് നിവർത്തിക്കുന്നതും കാത്തിരിക്കുകയാണ് കേരളത്തിലെ മതേതര സമൂഹം. ഏതായാലും സുഡാനിലെ തെരുവുകളിൽ അല്ലാഹു അക്ബർ മുഴക്കിക്കൊണ്ട് കൊല്ലാൻ ആക്രോശിക്കുന്നതും കൊല്ലുന്നതെന്ന് നിലവിളിക്കുന്നതും സുഡാനിലെ 90% പോകുന്ന ഭൂരിപക്ഷത്തിലുള്ളവരാണ്. അവരത് നിവർത്തിക്കുമ്പോൾ 3% പോകുന്ന ക്രൈസ്തവർക്ക് അനുഭവിക്കേണ്ടതായി വരുന്നത് അനിതര സാധാരണമായ പീഡനങ്ങൾ തന്നെയാണ്. മുസ്ലിമുകളും ക്രൈസ്തവരുമായ ആയിരങ്ങൾ കൊല്ലപ്പെടുന്നത് കണ്ടിട്ട് ലോകം മുഴുവൻ നിസ്സഹായതയോടെ നോക്കി നിൽക്കുമ്പോൾ അതിന് കനത്ത വില തന്നെ നൽകേണ്ടതായി തന്നെ വരും.